NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഇഷ്യൂ പൊതുവിൽ സംസ്ഥാനത്തെ NDA ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കണേ തീർച്ചയായിട്ടും ഇല്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ശോഭാ സുരേന്ദ്രൻ അതൊരു ഹൈപ്പായി. അവസാന നിമിഷം ആ ശോഭയ്ക്ക് നല്ല ഒരു നിങ്ങളെല്ലാവരും ഒരു അല്ലല്ല, കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് നമ്മൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പത്രവാർത്ത ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി. എൻ്റെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. ഒരുപാട് നെഗറ്റീവ് പത്രവാർത്തകൾ നിങ്ങൾ ഉണ്ടാക്കി. അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. അത് പാർട്ടിയും ശോഭയും ഓൾറെഡി പ്രതികരിച്ച് അതിനൊരു ഡിഫൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനം വിശ്വസിക്കുന്നുണ്ട്. ഞാനും അത് വിശ്വസിക്കുന്നു. ശോഭ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാഷ്ട്രീയ പാർട്ടി പുത്തരിയൊന്നുമല്ലല്ലോ ശോഭയ്ക്ക്. വളരെയധികം ഒരുപാട് നാളായിട്ട് ഈ രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, ഒരുപാട് മത്സരങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വിട്ടിത്തം ചെയ്യുവോ? അതുമല്ല, ഈ അങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറ ആളും കൂട്ടി പുറകെ നടക്കുമോ? ഇത്രയും 2 ദിവസമായിട്ട് പുറകെ നടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക്, കോൺഗ്രസ്സുകാർക്ക് എന്താ പുറകെ നടന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഉറപ്പുള്ളതുപോലെ ഇത്രയും പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് അത് ആര് കൊടുത്തു എന്നുള്ളതാണ്. നോക്കട്ടെ, എനിക്ക് അതിനെപ്പറ്റി പറയാൻ ആഗ്രഹമില്ല. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. അല്ല, അതൊക്കെ അവർ തെളിയിക്കുന്നേ. നമ്മൾ കേസ് അന്വേഷിക്കുവാണല്ലോ. കളക്ടർ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു, കേസ് അന്വേഷിക്കുന്നു. അതൊക്കെ തെളിയും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സത്യം മനസ്സിലാവും എല്ലാവർക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം വരുന്നത് BJP-ക്കെതിരെയാണ്. ആവുമല്ലോ. അല്ല, ആവും. നിങ്ങൾ BJP നൽകുന്ന രീതി ഇല്ലല്ല, BJP ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യും. എന്താ അണ്ണാക്കിലൊരു പ്രാണി. അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. വർഷങ്ങളായിട്ട് 70-79 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നത്. അതിന് സമ്മതിക്കില്ല അവർ. എന്ത് വില കൊടുക്കും. ഒരു പേടി, ചില കക്ഷികൾക്കുള്ള തൽപര കക്ഷികൾക്കുള്ള ഒരു ഭീതി. ആ ഭീതി കാരണം ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതൊക്കെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾക്ക് ഭയവും ഇല്ല, തളർത്താനും ആവില്ല. മോദിജിയുടെ ബഹനാണ് ഞാൻ, ചോട്ടി ബഹൻ. അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവും. അവർ പ്രതീക്ഷിച്ചോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ, പ്രതീക്ഷിച്ചോട്ടെ. ഞാൻ വളരെ നല്ല രീതിയിൽ ജയിക്കും, അതേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.